ഏതെങ്കിലും ഹജ്ജ് ക്ലാസ് എങ്ങനെ എടുക്കണമെന്ന് വിനീതന് പഠിപ്പിച്ചു തന്ന അറബിക് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ഉസ്താദ് അവരുകൾ ഏത് മസലകളും ചോദിക്കുമ്പോൾ ഉടനെ തന്നെ വാമൊഴിക്കൊപ്പം വരമൊഴിയും കാണിച്ചു തരുന്ന ഉറുദു ഉസ്താദുമാർ, അങ്ങനെ സദസ്സിലും സ്റ്റേജിലും ഇരിക്കുന്ന എല്ലാ മഹത്തുക്കളെ, ഇന്ന് മുതഅല്ലിമീങ്ങൾ മാത്രം ഇരിക്കുന്ന സദസ്സായതുകൊണ്ട് കൗതുകം കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പണ്ടൊരാൾക്ക് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു, ധീരതയുടെ അവാർഡ്. എന്താ ധീരതയുടെ അവാർഡിന് കാരണം? നല്ല ഒഴുക്ക്, ഇതുപോലെ മഴ, ഇതിനപ്പുറത്തുള്ളൊരു മഴ പെയ്തു, അവസാനം അതിലൊരു കുട്ടി വീണു, അതിന്റെ ജീവൻ നഷ്ടപ്പെടും. ആരും ചാടി എടുക്കാൻ ധൈര്യം കാണിക്കുന്നില്ല. കൂട്ടത്തിൽ ഒരാൾ ചാടി ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു. ആ സാഹസിക പ്രവർത്തനത്തിന്റെ ധീരതയുടെ അവാർഡ് കൊടുക്കാൻ വേണ്ടി ജനത്തെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് അവാർഡ് വാങ്ങുന്ന ആ മഹാൻ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുക, ആർക്കും കാര്യം മനസ്സിലായില്ല. അവസാനം അവാർഡൊക്കെ വാങ്ങിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത്രയും സാഹസികമായ ആ ഒഴുക്കിനകത്തേക്ക് ചാടി ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ധീരതയൊക്കെ എനിക്കുണ്ടെങ്കിലും എനിക്കിപ്പോഴൊന്നാണ് അറിയേണ്ടത്, എന്നെ ആരാണ് അവിടെ തള്ളിയിട്ടത്. അങ്ങനെ അബദ്ധത്തിൽ വന്ന അവാർഡ് ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്. കുറച്ച് ദിവസം മുമ്പ് കോന്നിയിൽ പോയി. അവിടെ ഒരു ആനക്കൂടുണ്ട്, ആനയുടെ നഴ്സറി. എങ്ങനെ ആനയെ മെരുക്കണം എന്നൊക്കെ പഠിപ്പിക്കണം. അതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു മുറിക്കകത്ത് കുറെ സ്വിച്ചും കുറച്ച് ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ. എന്താണ് അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ, വനാന്തരങ്ങളിൽ നല്ല ശബ്ദത്തിൽ പാടാനറിയുന്ന, ഗർജിക്കാൻ അറിയുന്ന ഒരുപാട് ജീവികളുടെ, പ്രാണികളുടെ, പക്ഷികളുടെ ശബ്ദങ്ങളെയാണ് അതിൽ കാണിച്ചു തരുന്നത്. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, പ്രകൃതി നിങ്ങളോട് സംസാരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം, ഈ ശബ്ദമൊക്കെ ആസ്വദിക്കേണ്ട മനുഷ്യൻ ഇല്ലാത്ത സ്ഥലത്താണോ ഈ പക്ഷിയെയും ഈ ഓരോ ജീവികളെയൊക്കെ കൊണ്ടുപോയിട്ട് കരയിക്കുന്നത് എന്ന്. എന്നാൽ വാള് പറയുക എന്ന് പറഞ്ഞ ചില പരിപാടിയിലൊക്കെ മനുഷ്യൻ അപ്രതീക്ഷിതമായി പോയി വീഴാറുണ്ട്. ഈ അവസരത്തിൽ ഓർത്തു പോകാറുണ്ട്, ഒരു വരി പാടി അല്ലെങ്കിൽ ഒരു 2 വരി പാടിയിട്ട് ജനത്തെ ഒന്ന് കയ്യിലെടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. പാട്ടങ്ങ് വരൂല, കാരണം അല്ലെങ്കിലേ ജനം കുടുങ്ങിയിട്ടായിരിക്കും പലപ്പോഴും ഇരിക്കുക. ഇപ്പോ അൽഹംദുലില്ലാഹ് പാടിയും ജനത്തെ ഇരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് തെളിയിച്ച ഒരു സംഘമേ വനാന്തരങ്ങളിൽ നിന്ന് ആരാരും കേൾക്കാനില്ലാത്ത സമയത്ത് അല്ലാഹുവിന്റെ ദിക്ർ എന്ന നിലയിൽ നാം മനസ്സിലാക്കുന്ന ആ സുന്ദരമായ ശബ്ദം പുറപ്പെടുവിച്ച് കാടുമുഴക്കി എന്നൊക്കെ പേര് പറയുന്ന ചില പക്ഷികളെ പോലെ നമുക്ക് മുമ്പിൽ ഇനി ലോകത്തെ മുഴക്കാൻ ഈ വിദ്യാർത്ഥി വാർഷികത്തിന്റെ ഈ അവസരത്തിൽ ചില ചിന്തകൾ മാത്രം ഇട്ട് തരികയാണ്. ഒരുപക്ഷെ ഇത്തരം ഒരു സൗന്ദര്യമായ സദസ്സിനകത്ത് സനദ് സമ്മേളനം കണ്ട് പരിചയം കുറവായിരിക്കാം. നാടൻ ഭാഷയിൽ ഒരു ചോദ്യം ചോദിക്കും, എന്താ ഇവിടെ ഒരു കല്യാണം നടക്കുകയാണോ, ദീനിന്റെ സദസ്സല്ലേ എന്നൊക്കെ. അതെ, 25 വയസ്സായ ഹബീബായ മുത്തായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും 40 വയസ്സായ ഖദീജ റളിയല്ലാഹു അൻഹായെയും തമ്മിൽ ചേർത്തപ്പോൾ
ലോകത്തിന് സമ്മാനിച്ച ത്യാഗത്തിന്റെ മകുടോദാഹരണങ്ങളായ ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ ലോകത്തിന്റെ മുമ്പിൽ ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ചു. ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ചു. ഓരോ മയ്യത്തുകളും ഖബറിലേക്ക് വെക്കുമ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ വേദനയോടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഏറ്റവും കരഞ്ഞവൾ, ത്യാഗം ചെയ്തവൻ എന്ന് പറഞ്ഞ് വേദനയോടുകൂടെ അടക്കി വെക്കുകയും അവരിലൂടെയുള്ള സന്ദേശം ലോകത്തിന്റെ മുമ്പിലേക്ക് നൽകുകയും ചെയ്താൽ ഇവിടെ 25 വർഷം കഴിഞ്ഞ ഒരു സ്ഥാപനവും 40 വർഷത്തിന്റെ പാരമ്പര്യമുള്ള ഒരു ഉസ്താദും ഇന്നിവിടെ ചേരുമ്പോ നമുക്ക് മുമ്പിൽ അഭിമാനത്തോടെ പറയാനുള്ളത്, ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പരമ്പരയെ ലോകത്തിന്റെ മുമ്പിലേക്ക് എപ്രകാരം സന്ദേശിക്കുന്നുവോ, എപ്രകാരം സമ്മാനിച്ചുവോ, ഇപ്രകാരം തറക്തു ഫീക്കും അംറൈൻ കിതാബല്ലാഹി വഅഹ്ല ബൈതിഹി, ഞാനിതാ എന്റെ കിതാബിനെയും അഹ്ലു ബൈത്തിനെയും നിങ്ങൾക്ക് മുമ്പിലേക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു ഉദാഹരണം എന്ന നിലയിൽ നമുക്ക് മുമ്പിൽ ദീനിന്റെ അഹ്ലുകാരെ ത്യാഗത്തിന്റെ മകുടോദാഹരണങ്ങളായ അത്ഭുതങ്ങൾ ലോകത്തേക്ക് സൃഷ്ടിക്കേണ്ട ഒരു വലിയ സംഘത്തെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടുള്ള, പ്രസവിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു സംഗമം അലിമീങ്ങളാണ് ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളുമായതുകൊണ്ട് കഥയിലേക്ക് പോവേണ്ടതില്ല, ചരിത്രത്തിലേക്ക് പോവേണ്ടതില്ല, സൂചനകൾ നൽകിയാൽ മതി. ആ ജീവിതത്തിൽ നിന്നും, ആ വൈവാഹിക ജീവിതത്തിൽ നിന്നും, ആ സന്താന പരമ്പരകളിൽ നിന്നും ലോകത്തിന്റെ മുമ്പിലേക്ക് സന്ദേശിച്ചത് എന്തെല്ലാമാണോ അതാവട്ടെ നമ്മുടെ ജീവിതത്തിന്റെയും സന്ദേശം എന്നാണ് അറിയിക്കാനുള്ളത്. നാം അറിയുക, ഒരുപക്ഷെ ഇന്നലെ മൗലാന അവരുകൾ ഒരു കാര്യം പറഞ്ഞു. മർഹൂം മൂസ മൗലാന റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ഇന്ന് ലോകത്ത് ജനസംഖ്യാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ള മതത്തിന്റെ ആൾക്കാരെന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹമാണ്. 5 സഭകളാണ് പ്രധാനമായിട്ടും അവരെ നിയന്ത്രിക്കുന്നത്. അതിൽ 4 സഭയും ഉള്ളത് പത്തനംതിട്ട ജില്ല ആസ്ഥാനമാക്കിയിട്ടാണ്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സമൂഹം ജീവിക്കുന്ന നാട്. രാവെന്നില്ലാതെ പകലെന്നില്ലാതെ, മുള്ളെന്നില്ലാതെ മുരടെന്നില്ലാതെ, കല്ലും കട്ടയെയും ഇലകളെയും മുഴുവനും ശിർക്കിന്റെ ശബ്ദം ഉച്ചരിപ്പിച്ച് ശരണം വിളിയുമായിട്ട് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ജനക്കൂട്ടം വരുന്നത് ഈ ജില്ലയിലേക്കാണ്. ഇവിടെ തൗഹീദിന്റെ ശബ്ദം, ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ച മഹത്തുക്കളായ ഉസ്താദുമാരുടെ മുമ്പിൽ ഒരു ചോദ്യം പറയാറുണ്ടല്ലോ. മഹാനായ സയ്യിദ് അബുൽ ഹസൻ അലി ഹസൻ നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, എന്തുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ ജനിപ്പിച്ചു എന്ന ഒരു ചോദ്യത്തിന് ഒരുപാട് മറുപടി നൽകുന്നത് പോലെ, എന്തുകൊണ്ട് കശാഫുൽ ഉലൂം, എന്തുകൊണ്ട് എന്റെ മൗലാനയെ ഈ പത്തനംതിട്ടയ്ക്ക് സമ്മാനിച്ചു, എന്തുകൊണ്ട് ഈ മുതഅല്ലിമീങ്ങളെ ഇവിടെ സമ്മാനിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാവട്ടെ. ഇവിടെ തെളിയണം തൗഹീദിന്റെ ശബ്ദം, ഈമാനിന്റെ ശബ്ദം, വലിയ അമാനത്തിന്റെ ശബ്ദം. അല്ലാഹു തആല അതിന് വഴിതെളിയിക്കുന്ന ഭാവിയുടെ വർത്തമാനത്തിന്റെ നല്ലവരായ സമൂഹത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു തആല ഇവിടെ നിന്നുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും അല്ലാഹു ആക്കുമാറാവട്ടെ, ഉസ്താദുമാരെ കബൂലാക്കുമാറാവട്ടെ. അതിന്റെ പിന്നണിയെ തുടരാൻ, അവരുടെ ഒരു സേവകരായി തുടരാൻ, അവരുടെ പൊരുത്തം വാങ്ങിയവരായി തുടരാൻ അല്ലാഹു നമ്മെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. ഈ ആയത്ത് കൊണ്ട് ഈ മഹത്തായ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.